ഹായ്, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ നോമ്പ് തുറക്കാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നതും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയായിരിക്കും നീർദോശയാണ് സംഭവം. ഇതൊരു ഇൻസ്റ്റന്റ് റെസിപ്പി ആട്ടോ, അപ്പൊ തന്നെ കലക്കി ചുട്ടെടുക്കുന്നതാണ്. ഇതിൽ സാധാരണ അവല് ചേർക്കലില്ല. ഞാനിപ്പോ ഒരു കുറച്ച് അവലിടുന്നുണ്ട്. അരിപ്പൊടി മാത്രം നമ്മൾ കലക്കി ചുടുമ്പോൾ ഒരു വിള്ളൽ പോലെ വരുമല്ലോ, ഇച്ചിരി ഒരു ബലം പോലെ വരുന്നുണ്ട്, ക്രിസ്പി പോലെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നല്ല പഞ്ഞി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവല് ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങയും അരിപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും വെള്ളവും വേണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ അവലിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി അരിപ്പൊടിയും കൂടി ചൂടിയാട്ടോ പൊടിച്ചെടുത്തേക്കണേ, അതാണ് അത്രയും കാണിക്കുന്നത്. ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ അവല് പൊടിച്ച് കഴിയുമ്പോൾ. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആളധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടേണ്ടി വരും കേട്ടോ. പിന്നെ ഈ ഒരു അപ്പത്തിന്റെ ഒരു പ്രത്യേകത, ഇത് കുറെ നമ്മള് നൈസ് പത്തിന് കഴിക്കണ അരി അധികം വേണ്ടി വരും. ഒരെണ്ണമൊക്കെ ഒട്ടും ഉണ്ടാവില്ല, വളരെ നൈസ് ആയിട്ടാണല്ലോ ഇരിക്കണേ. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1-1.5 കപ്പ് വെള്ളം കൂടി വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തേങ്ങ ഒന്നും ഫൈനായിട്ട് പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവലിന് പകരം ചോറ് എടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്താൽ മതി. തേങ്ങയും അവലും കൂടി വരുമ്പോൾ ഭയങ്കര ഒരു പഞ്ഞിപ്പ് വരും കേട്ടോ. അപ്പൊ നിങ്ങളുടെ പൊടി പശപശപ്പുള്ള പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് അവലൊന്നും ചേർക്കരുത്. ഞാൻ ഇതിലേക്ക് ടോട്ടൽ 3 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പിന് നമ്മൾ അടിച്ചെടുത്തപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ 1.5 കപ്പിന് മുകളിലായിട്ട് ഞാൻ പിന്നീടും വെള്ളം ചേർത്ത് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടോ നമുക്ക് റെഡിയാക്കേണ്ടത്. ഇതിൽ നമ്മൾ ചോറിലൊക്കെ ഉപ്പ് പറഞ്ഞാൽ പെട്ടെന്ന് ഉപ്പതിയാവും, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപ്പിടാം കേട്ടോ. ഇപ്പൊ ഇത്രയും ഇതിന് തന്നെ ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ് മതിയാവും. വെള്ളം ഞാനൊരു 3 കപ്പിന് മുകളിലായിട്ട് വെള്ളം ഇപ്പൊ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് ചുടുമ്പോൾ അറിയാൻ പറ്റും. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ഇരിക്കണം. ചുടുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നൈസ് ആയിട്ട് കിട്ടണില്ല, ഇച്ചിരി കട്ടിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നുമില്ല, ഇപ്പൊ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. നോൺ സ്റ്റിക്കിന്റെ തവ തന്നെ വേണം കേട്ടോ ഇതിനായിട്ട്. ആദ്യത്തെ ഒരെണ്ണം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ബാറ്ററൊക്കെ പാകമാണോന്ന്. ഇച്ചിരി കട്ടിയിലാണ് കേട്ടോ, ഞാൻ വളരെ നൈസ് ആക്കിയിട്ടില്ല. പാൻ നന്നായിട്ട് ചൂടായ ശേഷം സൈഡിൽ നിന്ന് വേണം കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. നടുക്ക് ഒഴിച്ചു കൊടുക്കരുത്, ഇത് ചുറ്റിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് ഇങ്ങനെ എടുക്കാറായി വരും. ആ ഒരു സമയത്ത് ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് ഡയറക്റ്റ് പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കുടഞ്ഞിട്ടാൽ മതി കേട്ടോ. സ്പൂണ് വെച്ചെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഭയങ്കര നൈസ് ആയതുകൊണ്ട് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ ഇങ്ങോട്ട് കമത്തി ഇട്ടാൽ മതി. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4ആയിട്ട് മടക്കിയിട്ട് കോരിയെടുക്കാം. ചട്ടിയിൽ എണ്ണ തേക്കണമെന്നൊന്നുമില്ല കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിൽ ചുടുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പൊ ഒഴിക്കുന്നത് സാധാരണ നമ്മൾ അപ്പം നടുക്കിന്ന് ഒഴിക്കുന്നത് ഇത് സൈഡിൽ നിന്ന് വേണം ഒഴിക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു അപ്പം നമ്മൾ കയ്യിൽ വെച്ച് പരത്താനോ അല്ലെങ്കിൽ ചട്ടകം ചുറ്റിക്കാനോ ഒന്നും പറ്റില്ല, അതുകൊണ്ട് ഒഴിക്കുന്നത് എല്ലാ സ്ഥലത്തേക്കും നിരത്തി ഇങ്ങനെ സൈഡിൽ നിന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങോട്ട് കുടഞ്ഞിടാം. ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് കിഴങ്ങ് കറി കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്പം വളരെ നൈസ് ആയിട്ടുള്ള ഒരു അപ്പമാണ്, അതുകൊണ്ട് തന്നെ ചാറുള്ള കറികളായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ ഇതിന്. ചിക്കൻ കറി, മീൻ കറി, കിഴങ്ങ് കറി, അതേപോലെ പരിപ്പ്, പയറ്, കടല, അങ്ങനത്തെ ഉള്ള എന്ത് കറി വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു അപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. മീൻ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ചാറ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റി ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, വളരെ എളുപ്പമാണ്. 5 മിനിറ്റ് കൊണ്ട് മിക്സിംഗ് ഒക്കെ കഴിയും, പിന്നെ ചുട്ടെടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടുക പുതിയ പുതിയ വീഡിയോസിനായിട്ട്. അപ്പൊ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.